الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم فاستجاب لهم ربهم أني لا أضيع عمل عامل منكم من ذكر أو أنثى بعضكم من بعض فالذين هاجروا وأخرجوا من ديارهم وأوذوا في سبيلي وقتلوا لأكفرن عنهم سيئاتهم ولأدخلنهم جنات تجري من تحتها الأنهار ثوابا من عند الله والله عنده حسن الثواب സത്യവിശ്വാസികളെ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അല്ലാഹു തആല ഖൈറും ബറക്കത്തും ധാരാളമായി നമ്മിൽ വർഷിക്കുമാറാവട്ടെ. ജീവിത അവസാനം വരെ റബ്ബിന്റെ മാർഗത്തിലായി ജീവിക്കുവാനും ഈമാനോടെ മരിക്കുവാനുമുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാൻ 195-ാമത്തെ വചനമാണ് ഓതിവെച്ചത്. ദുൽഹിജ്ജ മാസത്തിലാണ് നാം ഉള്ളത്. ഈ വർഷത്തെ ഹജ്ജ് കർമ്മവും പൂർത്തിയായി ഹാജിമാർ തങ്ങളുടെ നാടുകളിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുന്ന വേളയിലാണ് നാം ഇപ്പോഴുള്ളത്. വിശ്വാസികളായ ഹജ്ജ് നിർവഹിച്ച മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല അവൻ വാഗ്ദാനം ചെയ്ത പരിപൂർണമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നബി തങ്ങൾ പഠിപ്പിച്ചത് മൻ ഹജ്ജ ലില്ലാ ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ കയൗമി വലദതുഹു ഉമ്മുഹു എന്നാണ്. ഒരാൾ ഹജ്ജ് ചെയ്തു പടച്ച റബ്ബിന് വേണ്ടി, മൻ ഹജ്ജ ലില്ലാഹ് അല്ലാഹുവിന് വേണ്ടിയാണ് ഹജ്ജ് ചെയ്താൽ, അഥവാ പേരിന് വേണ്ടിയല്ല,
പെരുമക്കും പ്രശസ്തിക്കും വേണ്ടിയല്ല, ഹാജി എന്ന് വിളിക്കുവാനല്ല. മൻ ഹജ്ജലില്ല, അള്ളാഹുവിന് വേണ്ടി ഒരാൾ ഹജ്ജ് ചെയ്തു, ആ ഹജ്ജ് കർമ്മത്തിൽ അവന് എന്തെങ്കിലുമൊക്കെ ദുർവൃത്തികളോ തെറ്റായ രീതികളോ ഒന്നുമില്ലാതെ പരിപൂർണമായി പുണ്യകരമായ ഹജ്ജ് നിർവഹിച്ചുവെങ്കിൽ അവന്റെ മാതാവ് അവനെ പ്രസവിച്ചപ്പോൾ അവൻ എങ്ങനെയാണോ അതുപോലെ പരിശുദ്ധനായവന് മടങ്ങാൻ കഴിയും എന്നാണ്. ഉമ്മ പ്രസവിച്ച അന്ന് ഒരു തെറ്റുമില്ലാത്തവരാണ്, വളരെ പരിശുദ്ധരാണ് എന്നതുപോലെ പരിശുദ്ധിയോടുകൂടി മടങ്ങാൻ കഴിയുമെന്നാണ് നബിതങ്ങൾ പഠിപ്പിക്കുന്ന ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിലുള്ളത്. മറ്റൊരു റിപ്പോർട്ടിൽ വൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, ഒരു പുണ്യകരമായ ഹജ്ജിന്, പുണ്യം നിറഞ്ഞ ഹജ്ജിന് പ്രതിഫലമില്ല, ഇല്ലൽ ജന്ന, സ്വർഗമല്ലാതെ. സ്വർഗമാണ് അതിന്റെ പ്രതിഫലം എന്നർത്ഥം. അപ്പൊ ഇപ്രാവശ്യം ഹജ്ജിന് പോയ മുഴുവൻ ആളുകൾക്കും ആ ഒരു അവൻ നൽകിയ വാഗ്ദാനം പൂർത്തീകരിച്ച് നൽകുമാറാവട്ടെ. നാമൊക്കെ ഈ വർഷം ഹജ്ജിന് പോകാൻ അവസരം കിട്ടിയിട്ടില്ലാത്തവരാണ്. പലരും ആഗ്രഹിച്ചു, പലരും പണമൊരുക്കി വെച്ചു, അപേക്ഷ സമർപ്പിച്ചു, പക്ഷേ പല കാരണങ്ങളാൽ തള്ളപ്പെട്ടു പോയി. ചിലർക്ക് ഒരുപാട് വർഷങ്ങളായി ആഗ്രഹിക്കുന്നു, പക്ഷെ സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തതിനാൽ പലപ്പോഴും അവർക്ക് അതിന് സാധിച്ചിട്ടില്ല. എല്ലാവരുടെയും ആത്മാർത്ഥമായ ആഗ്രഹമാണ് ഹജ്ജ് നിർവഹിക്കുക, ഉംറ നിർവഹിക്കുക, കഅബയിൽ ചെല്ലുക, മക്കയും മദീനയുമൊക്കെ ഒന്ന് സന്ദർശിക്കുക. ഇതൊക്കെ ഏത് വിശ്വാസിയുടെയും ആത്മാർത്ഥമായ ഒരു ആഗ്രഹമാണ്. ഒരിക്കൽ പോയവരും പിന്നെയും പോകണമെന്ന് ആഗ്രഹിക്കാത്തവരില്ല. ഒരിക്കൽ പോയി ഇനി അങ്ങോട്ടില്ല എന്ന് ആരും പറയാറില്ല. പോയവരെല്ലാം വീണ്ടും വീണ്ടും പോകണമെന്ന് ആഗ്രഹിക്കുകയും ഒരു ചെറിയ അവസരം കിട്ടുമെങ്കിൽ ഉപയോഗപ്പെടുത്താനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവർ തന്നെയാണ് എല്ലാവരും. ഹജ്ജ് നിർവഹിച്ചിട്ടില്ലാത്തവർക്ക് അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും കൊണ്ടും കഴിയുന്ന ഒന്നല്ല ഹജ്ജിനായി പോവുക എന്നത്, എല്ലാവർക്കും ബാധ്യതയുള്ള ഒന്നുമല്ല. വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് മനിസ്തതാഅ ഇലൈഹി സബീല എന്നാണ്. എല്ലാ അർത്ഥത്തിലും അതങ്ങോട്ട് ശേഷിയുള്ളവർക്കാണ് ഹജ്ജ് അല്ലാഹു തആല ബാധ്യതയായി നിശ്ചയിച്ചത്. സമ്പത്ത് കൊണ്ടവന് ശേഷിയുണ്ടാകണം, അവന് ശാരീരികമായി പോകാവുന്ന ഒരു അവസ്ഥയാകണം, പോയി വരാനുള്ള വഴികൾ അതെല്ലാം സുരക്ഷിതമായിരിക്കണം. അങ്ങനെ എല്ലാം ഒത്തുവരുന്ന ഒരാൾക്കാണ് നിർബന്ധമായും ഹജ്ജ് നിർവഹിക്കേണ്ട ബാധ്യതയുള്ളത്. അതെല്ലാം ഒത്തവരോ അനിവാര്യമായി നിർവഹിക്കേണ്ടതുമാണ്. ഇസ്ലാമിന്റെ അടിസ്ഥാന കർമ്മങ്ങളായി പഠിപ്പിച്ച 5 കാര്യങ്ങളിൽ ഒന്നാണല്ലോ ഹജ്ജ് എന്നത്. ഷഹാദത്ത് മുതൽ നിസ്കാരവും നോമ്പും സക്കാത്തും കഴിഞ്ഞ് 5ാമത്തെ കാര്യമായി പഠിപ്പിച്ചത് ഹജ്ജ് നിർവഹിക്കുക എന്ന് തന്നെയാണ്. അതേസമയം ഹജ്ജ് ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം അല്ലാഹു തആല നമുക്ക് പല വിഷയത്തിലും നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതും നമ്മൾ ഇതിന്റെ കൂടെ ശ്രമിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ഹജ്ജ് ചെയ്താൽ എന്താണോ കൂലി കിട്ടുക, അതേ കൂലി ഹജ്ജിന് സമാനമായ പ്രതിഫലം, ഉംറയ്ക്ക് സമാനമായ പ്രതിഫലം ഉണ്ട് എന്ന് നബി തങ്ങൾ പരിചയപ്പെടുത്തിയ വ്യത്യസ്തമായ കർമ്മങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് മനസ്സുവെച്ചാൽ, ചെറിയൊരു പരിശ്രമമുണ്ടായാൽ ചെയ്യാൻ കഴിയുന്ന, നേടിയെടുക്കാൻ കഴിയുന്ന കാര്യമാണ് എന്നതാണ് നാം ഈ സമയത്ത് ഓർക്കേണ്ടത്. എല്ലാ ലക്ഷങ്ങളും മുടക്കി ഒരു പക്ഷെ പോകാൻ കഴിയണമെന്നില്ല, പണമുണ്ടായാൽ പോലും സാഹചര്യം അനുകൂലമാകണമെന്നില്ല. എന്നാൽ അല്ലാഹു റസൂൽ പരിചയപ്പെടുത്തിയ ഇത്തരം പുണ്യകർമ്മങ്ങളെ ഒരാൾക്ക് മനസ്സുവെച്ച് ഒന്ന് പ്രാവർത്തികമാക്കിയാൽ ഹജ്ജിന്റെ കൂലിയുണ്ട്, ഉംറയുടെ കൂലിയുണ്ട് എന്ന് പല കർമ്മങ്ങളെ കുറിച്ചും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഹജ്ജിന്റെ ബാധ്യത വീടാൻ ഈ കർമ്മങ്ങൾ മതിയാവുകയില്ല. അത് അവിടെ പോയി നിർവഹിക്കുക തന്നെ ചെയ്യണം. ഇഹ്റാം ചെയ്ത് അവിടെ എത്തി നിശ്ചയിക്കപ്പെട്ട അമലുകൾ അതെല്ലാം ചെയ്യുന്നവർക്കാണ് ഹജ്ജ് നിർവഹിക്കുക എന്ന ബാധ്യത അയാൾക്ക് പൂർത്തിയാകുന്നത്. എന്നാൽ പ്രതിഫലം, അതേ പ്രതിഫലം കിട്ടുന്ന വ്യത്യസ്തമായ വഴികളുണ്ട്. ആത്മാർത്ഥമായ നിയ്യത്ത് ഹജ്ജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും ആ നിയ്യത്തിന് പോലും വലിയ പ്രതിഫലമാണ് എന്നാണല്ലോ
പഠിപ്പിക്കപ്പെട്ടു. ആത്മാർത്ഥമായി ആഗ്രഹിച്ചു, എന്നും പരിശ്രമിച്ചു, അത് വലിയ സ്വപ്നമായി മനസ്സിൽ കൊണ്ടുനടന്നു. ഹജ്ജ് നിർവഹിക്കണം, ഉംറ നിർവഹിക്കണം, മക്കയിൽ ചെല്ലണം. അതൊരു ആത്മാർത്ഥമായ ഒരു നിയ്യത്തായി, ഒരു ആഗ്രഹമായി ഒരാളുടെ മനസ്സിലുണ്ടെങ്കിൽ അതിന് പോലും വലിയ മഹത്വമുണ്ട് എന്ന് ഹദീസുകൾ പഠിപ്പിക്കുന്നുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, ദുനിയാവ് 4 വിഭാഗം ആളുകൾക്കാണ് എന്നാണ്. 4 വിഭാഗം ആളുകളുടേതാണ് അല്ലാഹു ഈ ദുനിയാവിൽ നിശ്ചയിച്ചിരിക്കുന്നത്. ഒന്ന്, നബി തങ്ങൾ പറഞ്ഞു, അബ്ദിൻ റസഖഹുല്ലാഹു മാലൻ വഇൽമൻ, ഒരു മനുഷ്യൻ അല്ലാഹുവിന് സമ്പത്ത് നൽകി, അതോടൊപ്പം അറിവും നൽകി. ഫഹുവ യത്തഖി ഫീഹി റബ്ബഹു വയസ്ലു ഫീഹി റഹിമഹു വയഅലമു ലില്ലാഹി ഫീഹി ഹഖ ഫഹാദാ ബിഅഫ്ളലിൽ മനാസിൽ. ദുനിയാവിൽ 4 വിഭാഗം ആളുകൾ, അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ അഫ്ളലുൽ മനാസിൽ, ഏറ്റവും ഉന്നതമായ സ്ഥാനത്തെത്താൻ കഴിയുന്ന ആളുകൾ എന്നത് അബ്ദുൻ റസഖഹുല്ലാഹു മാലൻ വഇൽമ, അറിവുമുണ്ട് സമ്പത്തുമുണ്ട്. ആ സമ്പത്തിനെ ദീനപ്രകാരം അവർ കൈകാര്യം ചെയ്യുന്നു. അള്ളാഹു പഠിപ്പിച്ച മാർഗത്തിൽ മാത്രം അതിനവർ വിനിയോഗിക്കുന്നു. ഹലാലായ വഴിക്ക് മാത്രം സമ്പാദിക്കുന്നു, ഹലാലായ വഴിക്ക് മാത്രം അത് ചെലവഴിക്കുന്നു. അള്ളാഹിനെ പേടിക്കുന്നു, കുടുംബ ബന്ധങ്ങളെ ചേർക്കുന്നു. പടച്ച റബ്ബിന് എന്തെല്ലാം ഹക്കുകൾ ഇതിൽ നിശ്ചയിച്ചുവോ അതെല്ലാം കൃത്യമായി അവൻ മനസ്സിലാക്കുന്നു. സക്കാത്ത് നൽകുന്നു, സ്വതക്ക നൽകുന്നു, തെറ്റായ വഴിയിലേക്ക് പോകുന്നില്ല, പലിശ വാങ്ങുന്നില്ല, കൈക്കൂലി വാങ്ങുന്നില്ല, പലിശ കൊടുക്കുന്നില്ല. അങ്ങനെ തുടങ്ങി എല്ലാ രംഗത്തും ശ്രദ്ധിച്ചുകൊണ്ട് ആ സമ്പത്ത് അവൻ കൈകാര്യം ചെയ്യുന്നു എങ്കിൽ അവനാണ് ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനത്തുള്ളവൻ. ശേഷം നബി തങ്ങൾ പറഞ്ഞു, രണ്ടാമത്തെ ആള് ഒരു മനുഷ്യൻ അവന് അറിവുണ്ട്, അല്ലാഹുവിനെ പറ്റിയുള്ള ബോധമുണ്ട്, ദീനറിയാം, പക്ഷെ അവന് സമ്പത്ത് നൽകിയിട്ടില്ല. എന്നാൽ അവനാവട്ടെ ശരിയായ നിയ്യത്തുള്ളവനാണ്, ശരിയായ ഉദ്ദേശമുണ്ട്, ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട്. അവൻ പറയും, എനിക്കെങ്ങാനും സമ്പത്തുണ്ടായിരുന്നുവെങ്കിൽ അയാൾ നൽകുന്ന പോലെ എനിക്കും നൽകാമായിരുന്നുവല്ലോ. ഒരുപാട് ആളുകൾ വിഷമങ്ങളുമായി വരുമ്പോൾ, പ്രശ്നങ്ങളുമായി വരുമ്പോൾ പണമുണ്ടെങ്കിലും സഹായിക്കാമായിരുന്നുവല്ലോ. അവർക്ക് സഹായിക്കാൻ ആഗ്രഹമുണ്ട്. എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കണമെന്ന് ആത്മാർത്ഥമായി ചിന്തിക്കുന്നുണ്ട്. സമ്പത്തില്ലാത്തത് കൊണ്ട് മാത്രമാണ്. സ്വാദിഖുന്നിയ്യ, ശരിയായ നിയ്യത്ത് അവനുണ്ട് എങ്കിൽ ഫഅജ്റുഹുമാ സവാബ്. ഒന്നാമത് പറഞ്ഞ ആളും ഇവരും, ഈ 2 പേർക്ക് ലഭിക്കുന്ന പ്രതിഫലം ഒരുപോലെയാണ് എന്നാണ്. ദീനുള്ള, അറിവുള്ള, സമ്പത്തുള്ള മനുഷ്യൻ ആ അറിവ് പ്രകാരം പടച്ചറപ്പിനെ പേടിച്ചുകൊണ്ട് ആ സമ്പത്ത് കൈകാര്യം ചെയ്യുമ്പോൾ അയാൾക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണോ അതേ പ്രതിഫലം സമ്പത്തില്ലാത്തത് കൊണ്ട് മാത്രം ചെയ്യാൻ കഴിയാതെ പോയ, ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഈ മനുഷ്യനും അതേ പ്രതിഫലമുണ്ട്. കാരണം അവന് നിയ്യത്ത് പ്രകാരമാണ് എന്നാണ്. നിയ്യത്ത് പ്രകാരമാണ് അവൻ. അതിനാൽ രണ്ട് കൂട്ടരും പ്രതിഫലം ഒരുപോലെയാണ് എന്ന് നബി തങ്ങൾ പറയുന്നു. അപ്പൊ ഏതു രംഗത്തും ഒരു ഹജ്ജിന് പോകുമ്പോൾ പടച്ചവനെ എനിക്കും പണമുണ്ടെങ്കിൽ പോകാമായിരുന്നുവല്ലോ, എനിക്കും സാഹചര്യം ഉണ്ടായാൽ പോകാമായിരുന്നുവല്ലോ, ഒന്ന് അപേക്ഷിച്ച് നോക്കാം, അപേക്ഷ കൊടുത്ത് കിട്ടിയില്ല, കിട്ടിയാ പോകാമായിരുന്നു. അങ്ങനെ ഹജ്ജിന് പോകണം, ഉംറയ്ക്ക് പോകണം എന്നൊക്കെയുള്ള ഒരു ആത്മാർത്ഥമായ നിയ്യത്തുണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഗ്രന്ഥത്തിലേക്ക് കൂട്ടി വായിക്കാവുന്ന കാര്യമാണ്. ഹജ്ജിന്റെ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് എന്നർത്ഥം. അതേപോലെ മറ്റൊന്ന് നബി തങ്ങൾ പറഞ്ഞു, അറിവന്വേഷിച്ച് പള്ളിയിലേക്ക് പോവുക എന്നത്. പള്ളിയിൽ ഖുർആൻ ക്ലാസ് ഉണ്ട്, പള്ളിയിൽ ദീനു പഠിക്കാൻ സാഹചര്യമുണ്ട്, അവിടെ വ്യത്യസ്തമായ പഠന സംവിധാനങ്ങളുണ്ട്. അത് പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പഠിപ്പിക്കാൻ വേണ്ടി ഒരാൾ പള്ളിയിലേക്ക് പോകുന്നുവെങ്കിൽ നബി തങ്ങൾ പഠിപ്പിക്കുന്നു, മൻ ഗദാ ഇലൽ മസ്ജിദി ലാ യുരീദു ഇല്ലാ തഅല്ലമ ഖൈറൻ ഔ യഅലമഹു. ഒരു മനുഷ്യൻ പള്ളിയിലേക്ക് പുറപ്പെടുന്നു, അവൻ പോകുന്നത് ഒരു ഖൈറായ കാര്യം പഠിക്കാനാണ്, അത് അറിയാനാണ് അവൻ പോകുന്നത് എങ്കിൽ കാനലഹു കഅജ്രി ഹാജിൻ താമൻ ഹജ്ജതഹു, പരിപൂർണമായി ഹജ്ജ് ചെയ്യുന്ന ഒരു ഹാജിക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക, ആ പ്രതിഫലം ഇവന് ലഭിക്കും
ലഭിക്കുമെന്നാണ്. എത്ര എളുപ്പമാണ്, ഒന്ന് മനസ്സ് വെച്ചാൽ നേടാവുന്നതാണ്. നമ്മുടെ പള്ളിയൊക്കെ എത്ര ക്ലാസ് ഉണ്ട്, ഖുർആൻ ക്ലാസ് ഉണ്ട്, ശനിയാഴ്ച സുബഹിക്ക് ശേഷം അഖീദ ക്ലാസ് ഉണ്ട്, ആഴ്ചയൊരിക്കലും ചരിത്ര ക്ലാസ് ഉണ്ട്, ആഴ്ചയൊരിക്കലും. പിന്നെ നമ്മുടെ ഈ പള്ളിക്ക് വരാൻ സൗകര്യമില്ലേ? പരിസരത്തുള്ള എല്ലാ പള്ളിയിലും സമാനമായ സംവിധാനങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു പള്ളിയിൽ അല്ലാഹുവിന്റെ ദീന് പഠിക്കാനുള്ള അവസരം ഉപയോഗപ്പെടുത്തണമെന്ന് ഒരു മനസ്സറിഞ്ഞ് തീരുമാനിക്കുകയും അങ്ങനെ അതിന്റെ ഭാഗമായി മാറുകയും ചെയ്യുന്നുവെങ്കിൽ ലഭിക്കുന്നത് ഒരു ഹജ്ജ് നിർവഹിക്കുന്ന ആളുടെ പ്രതിഫലം പോലെയാണ്. എങ്ങനെ പരിപൂർണമായി ഹജ്ജ് നിർവഹിച്ച, യാതൊരു തകരാറുമില്ലാതെ പോരായ്മയില്ലാതെ വീഴ്ചകളില്ലാതെ പരിപൂർണമായ ഹജ്ജ് ചെയ്ത ഒരാൾക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണോ ആ പ്രതിഫലം അവൻ ലഭിക്കുമെന്നാണ് നബി ഞങ്ങൾ പഠിപ്പിച്ച ഈ ഹദീസിൽ സ്വഹീഹായി ഉദ്ധരിക്കപ്പെടുന്നത്. അതേപോലെ മൂന്നാമതൊന്ന് നബി ഞങ്ങൾ പറഞ്ഞു, ഫർദ് നിസ്കരിക്കാനായി പള്ളിയിലേക്ക് പോകുമ്പോൾ വീട്ടിൽ നിന്ന് വുളൂ ചെയ്തു പോവുക, അതിന് ഹജ്ജിന്റെ പ്രതിഫലമുണ്ട് എന്നാണ്. മൻ ഖറജ മിൻ ബൈതിഹി മുതതഹിറൻ ഇലാ സ്വലാത്തിൻ മക്തൂബ, ഒരു ഫർദ് നിസ്കാരത്തിന് പോകുമ്പോൾ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നു മുതതഹിറൻ, ശുദ്ധി വരുത്തിക്കൊണ്ട്. ജുമുഅക്ക് നമ്മൾ വന്നു, ഫർദായ നിസ്കാരമാണ്. നമ്മിൽ എത്ര പേര് വീട്ടിൽ നിന്ന് വുളൂ ചെയ്തു വന്നു? അതൊരു മനസ്സ് വെച്ചാൽ ചെയ്യാവുന്ന കാര്യമാണല്ലോ. എല്ലാ വക്തിലും പോകുന്നു പള്ളിയിലേക്ക്, വീട്ടിൽ നിന്ന് വുളൂ ചെയ്തുകൊണ്ട് പോവുക എന്നത് വലിയ മഹത്വമാണ്. എങ്കിൽ അവന്റെ പ്രതിഫലം ഇഹ്റാമിൽ പ്രവേശിച്ചുകൊണ്ട് ഹജ്ജ് ചെയ്യുന്ന ഒരു ഹാജിയുടെ പ്രതിഫലം തന്നെയാണ് അവന്റെയും പ്രതിഫലം എന്നാണ്. അതുകൊണ്ട് പള്ളിക്ക് വരുമ്പോൾ വീട്ടിൽ നിന്ന് വുളൂ ചെയ്യുക, ആ ലക്ഷ്യം വെച്ച് വരിക, അതൊക്കെ വലിയ മഹത്വമുള്ള കാര്യം തന്നെയാണ് എന്ന് ഈ ഹദീസിൽ പഠിപ്പിക്കുന്നു. അതുതന്നെ നടന്നു പോവുകയാണ് എങ്കിൽ പ്രത്യേകമായ പ്രതിഫലമുണ്ട്. ഒരു ഫർദ് നിസ്കാരം ജമാഅത്തിലായി നിസ്കരിക്കുവാനായി ആരെങ്കിലും നടന്നു പോകുന്നുവെങ്കിൽ അതൊരു ഹജ്ജ് പോലെ തന്നെയാണ്. ഒരു സുന്നത്ത് നിസ്കാരത്തേക്ക് നടന്നു പോകുന്നുവെങ്കിൽ അത് ഉംറ പോലെയുമാണ് എന്നാണ്. ഫർദല്ലാത്ത മറ്റു നിസ്കാരം അതിനുവേണ്ടി പള്ളിയിലേക്ക് നടന്നു പോകുന്നു, പള്ളി ജമാഅത്ത് നിർവഹിക്കപ്പെടുന്ന ഗ്രഹണ നിസ്കാരം ഉണ്ടാകാം, പെരുന്നാൾ നിസ്കാരം ഉണ്ടാകാം, അങ്ങനെയൊക്കെയുള്ള ഒരു സുന്നത്തായ നിസ്കാരത്തിന് വേണ്ടി ഒരാൾ പോകുന്നുവെങ്കിൽ അതിന് ഉംറയുടെ പ്രതിഫലവും ഉണ്ട് എന്ന് നബി ഞങ്ങളെ പഠിപ്പിക്കുന്നു. അതേപോലെ നാലാമത്തെ കാര്യം നബി ഞങ്ങൾ പറഞ്ഞത് നമസ്കാര ശേഷമുള്ള ദിക്റുകളാണ്. നമസ്കാര ശേഷം ചൊല്ലാൻ പഠിപ്പിക്കപ്പെട്ട വ്യത്യസ്തമായ ദിക്റുകൾ, അതിന്റെ മഹത്വം നബി ഞങ്ങൾ പറഞ്ഞത് ഈ സമ്പത്ത് കൊണ്ട് അമൽ ചെയ്യുന്ന ആളുകൾ അതേ പ്രതിഫലം ലഭിക്കുമെന്നാണ്. അത് പറയാൻ ഒരു സാഹചര്യം കൂടിയുണ്ട്. നബി ഞങ്ങൾ അടുക്കൽ സ്വഹാബിമാർ വന്നുകൊണ്ട് പറയുകയാണ്, സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ അവർക്കൊക്കെയാണ് വലിയ വലിയ കൂലി കിട്ടുക, അവരൊക്കെയാണ് സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനങ്ങൾ നേടുക. കാരണം ഞങ്ങൾ നിസ്കരിക്കുന്നു, അവിടെ നിസ്കരിക്കുന്നു, അവർ നോമ്പെടുക്കുന്നു, ഞങ്ങളും നോമ്പെടുക്കുന്നു. ഞങ്ങൾക്കില്ലാത്ത ഒന്ന് അവർക്കുണ്ട്, അഥവാ സമ്പത്തുണ്ട്. ആ സമ്പത്ത് കൊണ്ട് അവർ ഹജ്ജ് നിർവഹിക്കുന്നു, ഉംറ നിർവഹിക്കുന്നു, ജിഹാദ് ചെയ്യുന്നു, സ്വതക്ക ചെയ്യുന്നു. ഞങ്ങൾക്കതൊന്നും ചെയ്യാൻ കഴിയുകയില്ല. നിസ്കാരം ഞങ്ങൾക്കും അവർക്കുമുണ്ട്, നോമ്പ് ഞങ്ങൾക്കും അവർക്കുമുണ്ട്, എന്നാൽ സ്വതക്ക ഞങ്ങൾക്കില്ല, അവർക്കേ ഉള്ളൂ. ഹജ്ജ് ഞങ്ങൾ ചെയ്യുന്നില്ല, അവരെ ചെയ്യുന്നുള്ളൂ. ഉംറയ്ക്ക് ഞങ്ങൾക്ക് പോകാൻ ശേഷിയില്ല, അവര് പോകുന്നു. അപ്പോൾ ഞങ്ങളെക്കാളൊക്കെ എത്രയോ വലിയ പ്രതിഫലം അവർക്കാണല്ലോ ലഭിക്കുക. ഉന്നതമായ സ്ഥാനങ്ങൾ, സ്വർഗീയമായ സ്ഥാനങ്ങൾ, അത് അവരാണല്ലോ നേടിയെടുക്കുക നബിയെ എന്ന് വന്നുകൊണ്ട് ചിലര് ഒരു പരാതിയായി, ഒരു വേദനയായി നബിയുടെ മുമ്പിൽ വന്ന് ചില സ്വഹാബിമാർ, ദരിദ്രരായ സ്വഹാബിമാർ വന്ന് പറയുകയാണ്. നബി ഞങ്ങൾ പറഞ്ഞു കൊടുത്ത മറുപടി കാണാം, നിങ്ങൾക്ക് അവിടെ അതേ പ്രതിഫലം കിട്ടാനുള്ള മാർഗമുണ്ട്. അതെന്താ? തുസബ്ബിഹൂന വതഹ്മദൂന വതുകബ്ബിറൂന ഖൽഫ കുല്ലി സ്വലാത്തിൻ 33. എല്ലാ നമസ്കാര ശേഷവും 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ തുടങ്ങിയ നിങ്ങൾ നിർവഹിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് അവരെ പോലെ എത്താൻ കഴിയും. അവിടെ അതേ പ്രതിഫലത്തിലേക്ക് നിങ്ങൾക്കും എത്താൻ കഴിയുമെന്ന് നബി ഞങ്ങൾ അവർക്ക് സമാധാനമായി പറഞ്ഞു കൊടുക്കുകയാണ്. ഒക്കെ എത്ര ചെറിയ ചെറിയ കാര്യമാണ്. ഒരുപക്ഷെ നമുക്ക് ചെയ്യുന്നതായിരിക്കാം, പലപ്പോഴും ശ്രദ്ധ കുറവ്
കുറവ് കൊണ്ട് അതൊക്കെ വിട്ടുപോകുന്നു. ഇതൊക്കെ ഹജ്ജിന്റെ പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങളാണ്. റമദാനിലെ ഉംറക്ക് ഹജ്ജിന്റെ പ്രതിഫലമുണ്ട് എന്ന് ഹദീസിൽ കാണാം. ഉംറത്തുൻ ഫീ റമദാന തഅദിലു ഹജ്ജതൻ, റമദാനിലെ ഒരു ഉംറ ഹജ്ജിന് തുല്യമാണ് എന്ന് ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ കഴിയുന്നു. അതേപോലെ ഹജ്ജിന് പോകാൻ സഹായിക്കൽ ഹജ്ജിന്റെ കൂലി കിട്ടുന്ന കാര്യമാണ്. നമുക്ക് പോകാൻ തടി കൊണ്ട് വയ്യ, മറ്റു പല തടസ്സങ്ങൾ പോകാൻ വയ്യ, പണമുണ്ട് എന്ന വേറൊരാൾക്ക് പണമില്ല, പോകാൻ അയാൾ തയ്യാറാണ് എങ്കിൽ ഒരു സഹായം നമ്മുടെ പണം കൊണ്ട് ഹജ്ജിന് പോകട്ടെ. ഞങ്ങൾ പറഞ്ഞു ഹജ്ജിന് പോകുന്ന ഒരാള് ആരെങ്കിലും തയ്യാറാക്കുന്നുവെങ്കിൽ അഥവാ അവന് വേണ്ട സഹായങ്ങൾ നൽകി, അവന് വേണ്ട സപ്പോർട്ടുകൾ നൽകി അവിടെ ഹജ്ജിന് പോകാൻ അവനെ പ്രാപ്തനാക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു യുദ്ധമുണ്ടാകുമ്പോൾ ആ യുദ്ധത്തിന് വേണ്ട ഒരുക്കങ്ങൾ ഒരാൾ നടത്തി കൊടുക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഒരു ജിഹാദിന് വേണ്ടി പോകുന്ന ഒരു മനുഷ്യന് അയാളുടെ വീട്ടിലെ കാര്യങ്ങൾ, നാട്ടിലെ കാര്യങ്ങൾ, അതിനൊക്കെ അയാൾക്ക് പിൻഗാമിയായി ഇവിടെ നിന്നുകൊണ്ട് സഹായിക്കും. നീ പോയിക്കോ, നീ പേടിക്കണ്ട, എന്റെ വീട്ടിലേക്ക് ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് അയാൾക്ക് വേണ്ട സപ്പോർട്ട് നൽകുന്നു. അല്ലെങ്കിൽ ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിക്കുന്നു എങ്കിൽ ആ ആളുടെ അതേ പ്രതിഫലം ഇവരും ലഭിക്കുമെന്നാണ്. അതിൽ എണ്ണിപ്പറഞ്ഞ ഒന്നാണ് ഹജ്ജിനെ സഹായിക്കുക എന്ന്. ഹജ്ജിന് പോകാൻ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അതിന് വേണ്ട സഹായങ്ങൾ നൽകിക്കൊണ്ടിരിക്കുക. അങ്ങനെ അയാൾ ഹജ്ജിനെ പോയി എങ്കിൽ അയാൾക്ക് ലഭിക്കുന്ന അതേ പ്രതിഫലം നമുക്കും ലഭിക്കുമെന്നാണ്. ഇങ്ങനെ ധാരാളം അമലിനെ പറ്റി അതെല്ലാം ഹജ്ജിന്റെ കൂലിയുണ്ട്, ഉംറയുടെ കൂലിയുണ്ട് എന്ന് തുടങ്ങുന്ന സമാനമായ ഓഫറുകൾ നൽകപ്പെട്ട ധാരാളം അമലുകളുണ്ട്. ഒന്ന് മനസ്സ് വെച്ചാൽ അതെല്ലാം നേടിയെടുക്കാൻ നമുക്ക് പ്രയാസമേതുമില്ല. അതോടൊപ്പം കഴിയുമെങ്കിൽ മക്കയിൽ പോയി ആ ഫർദായ ഹജ്ജ് നിർവഹിക്കുകയും വേണം. സാഹചര്യമുണ്ടെങ്കിൽ നീട്ടിവെക്കാൻ പാടില്ല. പിന്നെയാവട്ടെ, മോളെ കെട്ടിക്കട്ടെ, മകൻ കല്യാണം കഴിക്കട്ടെ, വീട് പണി കഴിയട്ടെ, അതൊന്നും ഹജ്ജിന് തടസ്സമല്ല. അതുകൊണ്ട് ശേഷിയുള്ളവർ കഴിയുമെങ്കിൽ പരമാവധി നേരത്തെ നിർവഹിക്കാൻ തന്നെയാണ് അത് ശ്രമിക്കേണ്ടത് എന്നുകൂടി സാന്ദർഭികമായും സൂചിപ്പിക്കുകയാണ്. എന്താണെങ്കിലും നന്മയിൽ മുന്നേറി സ്വർഗത്തിലേക്കുള്ള വഴിയിൽ മുന്നേറിക്കൊണ്ട് സിട്ടായുസിനെ ഉപയോഗപ്പെടുത്താൻ നാം പരിശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരങ്ങളെ, സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഏത് നന്മയുടെ വഴിയിലും പരമാവധി വേഗത്തിലേക്ക് മുന്നിട്ട് വരിക എന്നത് പ്രത്യേകമായി പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ്. നന്മകൾ പിന്നേക്ക് നീട്ടിവെക്കരുത്. പിന്നീടാവാം, നാളെയാവാം എന്നൊരു മനസ്സ് അത് നല്ല മനസ്സല്ല. ഏത് അമലിലേക്കും സാഹചര്യം അനുകൂലമാണോ പിന്നെ മറ്റൊന്നും ആലോചിക്കാതെ അതിലേക്ക് വേഗത്തിൽ താല്പര്യപൂർവ്വം വരിക. പക്ഷെ തന്നെ പ്രയോഗം തന്നതാണല്ലോ, എന്നാണ്. റബ്ബിന്റെ മഗ്ഫിറത്തിലേക്ക്, സ്വർഗത്തിന്റെ വഴിയിലേക്ക് നിങ്ങൾ വേഗത്തിൽ വരുവീൻ, ധൃതിപ്പെട്ട് വരുവീൻ എന്നാണ്. വേഗം സാരിഉ, വേഗത്തിൽ വരണം എന്നാണ്. അറബികൾ പറയാറുണ്ട്, ദുനിയാവിലെ ഏത് വഴിയിലും വേഗം കുറക്കാനാ പറയുക, ഇവിടെ അല്ലാഹ് വേഗം കൂട്ടാനാണ് പറഞ്ഞത്. ബാക്കി എവിടെയും സ്പീഡ് ലിമിറ്റാണ്. ഇവിടെ സ്പീഡ് ലിമിറ്റ് ഇല്ല. എത്ര വേഗത്തിൽ മുന്നേറാൻ കഴിയുമോ അത്രയും വേഗം നിങ്ങൾ വേഗത്തിൽ ധൃതിപ്പെട്ട് വരുവീൻ എന്നാണ് ഖുർആനിന്റെ പ്രയോഗം തന്നെ. നബി തങ്ങൾ പറഞ്ഞു, ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, 5 അവസ്ഥയ്ക്ക് മുമ്പ് 5 അവസ്ഥയെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ജീവിതത്തിൽ വരാൻ പോകുന്ന 5 അവസ്ഥകൾ അത് സംഭവിക്കുന്നതിന് മുമ്പ്
5 അവസ്ഥകളെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നാണ്. ഒന്ന് നബി ഞങ്ങൾ പറഞ്ഞത് ഹയാതക ഖബ്ല മൗതിക, ഹയാത്ത് നിന്റെ ജീവിതത്തിനെ ഉപയോഗപ്പെടുത്തുക, ഖബ്ല മൗതിക മരണത്തിന് മുമ്പായി. നാളെയാകാമെന്ന് വെച്ചാൽ നാളെ ജീവിച്ചിരിപ്പുണ്ടാകുമോ ഇല്ലേ ഒരു ഉറപ്പുമില്ല. ഇന്ന് ആ ജീവിതം അവസാനിച്ചാൽ പിന്നെ നാളെ ആ കാര്യം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് മരണം സംഭവിക്കും മുമ്പ് ഹയാത്തിനെ ജീവിതത്തെ ഉപയോഗപ്പെടുത്തുക എന്നാണ്. രണ്ടാമത് സിഹ്ഹതക ഖബ്ല സഖമിക, രോഗത്തിന് മുമ്പ് ആരോഗ്യത്തെ ഉപയോഗിക്കുക. ഇന്ന് നമുക്ക് ആരോഗ്യമുണ്ട്, പോകാൻ കഴിയും, ചെയ്യാൻ കഴിയും, ഓടിയെത്താൻ കഴിയും, ഉദ്ദേശത്തെല്ലാം ചെന്നെത്താൻ കഴിയും എങ്കിൽ അത് ഉപയോഗപ്പെടുത്തുക. നാളെ എന്ത് സംഭവിക്കും അറിയില്ല. കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഒന്ന് കാല് സ്ലിപ്പായി വീണാ മതി, ഒരു പക്ഷെ ജീവിതകാലം മുഴുവനും ബെഡിലേക്ക് എടുത്തെറിയപ്പെടാൻ. ഒരു വാഹനം വന്ന് ഇടിച്ചാ മതി ജീവിതത്തിന്റെ റൂട്ട് മൊത്തം മാറാൻ. നമ്മുടെ എല്ലാ പ്ലാനും തെറ്റാൻ നിമിഷങ്ങൾ ആവശ്യമുള്ളൂ. നമ്മളാരും വിചാരിച്ച വഴിക്കല്ല കാര്യങ്ങൾ നടക്കാറുള്ളത്, നമ്മളാരും വിചാരിച്ചതല്ല. തടസ്സങ്ങൾ വരുമെന്നുള്ളത് വളരെ ആവേശപൂർവ്വം നല്ല ആരോഗ്യത്തോടെ ഓടിച്ചാടി നടക്കുന്ന ഇടയിലാണ് പ്രതീക്ഷിക്കാത്ത വല്ലതും വന്ന് അതോടുകൂടി എല്ലാ പ്ലാനും തെറ്റിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിക്കൂടായില്ല. അതാണ് നബി ഞങ്ങൾ പറഞ്ഞത് രോഗം വരും മുമ്പ് ആരോഗ്യാവസ്ഥയെ നീ ഉപയോഗപ്പെടുത്തുക. മൂന്നാമത് നിനക്ക് ജോലി തിരക്കുകൾ വരും മുമ്പ് ഒഴിവ് സമയത്തെ ഉപയോഗപ്പെടുത്തുക. ഇപ്പൊ കുറച്ച് ഫ്രീ ടൈമാണ്, കുറച്ച് ഒഴിവുണ്ട്, ആവട്ടെ ആശയം നല്ല വഴിക്ക് മാറ്റി വെക്കാം. നാളെ പറ്റി എന്താ ഉണ്ടാവുക പറയാൻ കഴിയില്ല. ചിലപ്പോൾ തിരക്കാവും, എന്തെങ്കിലും പ്രതികൂലമായ സാഹചര്യങ്ങൾ വരാം. ബിസിനസ്സിൽ ഒരു പ്രശ്നം വന്നു, ഒരു ആരോഗ്യ പ്രശ്നം വന്നു, കുടുംബ പ്രശ്നങ്ങൾ വന്നു, അതോടെ ബാക്കിയെല്ലാം ഒഴിവാക്കി അതിന് പിന്നാലെ ഓടേണ്ടി വരും. അന്നൊരു പക്ഷേ നന്മകൾക്ക് മാറ്റിവെക്കാൻ സമയമുണ്ടാകണമെന്നില്ല. അതുകൊണ്ട് ആ ജോലി തിരക്ക് മുമ്പ് എന്റെ ഒഴിവ് സമയത്തെ വിനിയോഗിക്കുക. നാലാമത് വാർദ്ധക്യം വരും മുമ്പ് യുവത്വത്തെ നീ ഉപയോഗപ്പെടുത്തുക. കുറച്ചു കഴിഞ്ഞാൽ ഒരാൾ വാർദ്ധക്യമാണ്, കണ്ണിലും കാതിലുമെല്ലാം ശേഷി കുറയും, പഴയ പോലെ ഓടിച്ചാടി നടക്കാൻ കഴിയില്ല, ഓർമ്മശക്തി കുറയും, വിചാരിച്ചെടുത്തുകളും ശരീരം എത്തുകയില്ല, അവിടെയും ഇവിടെയും വേദനയായി പലവിധ പ്രയാസങ്ങളായി വാർദ്ധക്യമായി പഴയ പോലെ അങ്ങനെ ഓടിയെത്താൻ കഴിയാത്ത ഘട്ടം വരും. അതിനു മുമ്പ് നിന്റെ യുവത്വത്തെ നീ ഉപയോഗപ്പെടുത്തുക. അഞ്ചാമത് നബി ഞങ്ങൾ പറഞ്ഞത് നിന്റെ ദാരിദ്ര്യം വരും മുമ്പ് നിന്റെ ധന്യതയെ നീ ഉപയോഗപ്പെടുത്തുക. ഉള്ള സാമ്പത്തികാവസ്ഥ നാളെ അതുണ്ടാകുമോ പറയാൻ കഴിയില്ല. ഒന്നാകെ പൊളിഞ്ഞു പോകാൻ നിമിഷങ്ങൾ മതി, മൊത്തം തകരാൻ നിമിഷങ്ങൾ മതി. പിന്നെ ചെയ്യാമായിരുന്നു, കൊടുക്കാമായിരുന്നു എന്ന് വിചാരിച്ചാൽ ഒരുപക്ഷെ അന്ന് പറ്റണമെന്നില്ല. കഴിയുന്നിടത്ത് ചെയ്യുക. സാമ്പത്തിക ശേഷിയുണ്ടോ, ധന്യതയുണ്ടോ എങ്കിൽ ദാരിദ്ര്യം വരും മുമ്പ് ആ ധന്യതയെ നീ ഉപയോഗപ്പെടുത്തുക. അതാണ് 5 അവസ്ഥകൾക്ക് മുമ്പ്, 5 കാര്യങ്ങൾക്ക് മുമ്പ് 5 കാര്യങ്ങളെ നീ ഉപയോഗപ്പെടുത്തുക. ഒന്നും പിന്നേക്ക് നീട്ടിവെക്കരുത്, ഒരു നന്മയും പിന്നെ ആകാമെന്ന് കരുതി മാറ്റിവെക്കരുത്. എല്ലാം ഉള്ള അവസരത്തിൽ ചെയ്യാൻ പറ്റാവുന്ന പരമാവധി ചെയ്യുക. അതാണ് ഒരു വിശ്വാസിയുടെ മനസ്സ്. ആ നിനക്ക് നന്മയിൽ പരമാവധി മുന്നേറാൻ നാം പരിശ്രമിക്കുക. ആയുസ് എത്ര കാലമുണ്ട് പറയാൻ കഴിയില്ല, ആരോഗ്യം എത്ര കാലം കിട്ടും പറയാൻ കഴിയില്ല. എവിടെ വെച്ചും അവസാനിക്കാവുന്നതാണ് ദുനിയാവിലെ ജീവിതം എന്നത്. അതുകൊണ്ട് പോകും മുമ്പ് എല്ലാം ക്ലിയറാക്കുക, വിശ്വാസം ശരിയാവുക. തൗഹീദ് ശരിയായിട്ടില്ലെങ്കിൽ ബാക്കിയെല്ലാം ചെയ്താലും പ്രയോജനമില്ല. വിശ്വാസമാണ് അടിത്തറ, തൗഹീദാണ് അടിത്തറ, അതിലാണ് ബാക്കിയെല്ലാം സ്ഥാപിക്കപ്പെടുന്നത്. ഒരു തൗഹീദില്ലേ, ശിർക്കിന്റെ വഴിയിലൂടെയാണോ ബാക്കി പറയപ്പെട്ട എല്ലാ അമലും ചെയ്താലും യാതൊരു പ്രയോജനവുമില്ല എന്നതിൽ സംശയമേതും വേണ്ട. അതുകൊണ്ട് വിശ്വാസ കാര്യം ക്ലിയറാക്കുക, ചെയ്യാവുന്ന നന്മകളെ പരമാവധി വർദ്ധിപ്പിക്കുക, സ്വർഗം ലക്ഷ്യമാക്കി നീങ്ങുക. അതിനു വേണ്ടി ഈ ലഭിച്ച ആയുസ്സിനെ എങ്ങനെ ഉപയോഗിക്കാൻ കഴിയുമോ അങ്ങനെ ഉപയോഗപ്പെടുത്തുക. നന്മയുടെ എല്ലാ വഴിയിലും നമ്മുടെയും വിഹിതമുണ്ട്, എന്റെയും അധ്വാനമുണ്ട്, എന്റെയും സമ്പത്തുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാഹു തആല ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സാന്ദർഭിക കാര്യം ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട് സ്റ്റേറ്റിലെ സേലത്ത് ഒരു ദീനി സ്ഥാപനം അൽഹംദുലില്ലാ ഉയർന്നു വരികയാണ്. ഒരു നല്ലൊരു ക്യാമ്പസ് ഒരു സൗജന്യാവസ്ഥയിൽ ഉപയോഗിക്കാൻ പറ്റാത്ത വിധം അവർ നമുക്ക് സൗജന്യമായി വിട്ടുതന്നു. നല്ല സൗകര്യങ്ങൾ എല്ലാ
എല്ലാമുള്ള ഒരു ക്യാമ്പസ്. അൽഹംദുലില്ലാഹ് അത് ഫ്രീ ആയി തന്നെ അവിടെ തൽക്കാലം ഈ സംവിധാനം നടത്താൻ വേണ്ടി ഉപയോഗിക്കാൻ നമുക്ക് അനുവാദം തന്നിട്ടുണ്ട്. നമ്മൾ ജാമിഅ അൽ ഹിന്ദിന്റെ അക്കാദമി മേൽനോട്ടത്തിൽ അവിടെ ഒരു അറബി കോളേജ് ഈ കഴിഞ്ഞ ആഴ്ചയിലായി ആരംഭിച്ചു. അൽഹംദുലില്ലാഹ് വളരെ വലിയ ഒരു മുന്നേറ്റത്തിന് അത് തുടക്കമാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. തമിഴ്നാട് സ്റ്റേറ്റിൽ ഇൻഷാ അല്ലാഹ് അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് പുതിയ പുതിയ ഒരുപാട് ദീനി സംരംഭങ്ങൾ വരാനുള്ള ആലോചനകൾ, പ്ലാനുകൾ എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഒരു തുടക്കം എന്ന നിലയ്ക്ക് കുറച്ച് ഫണ്ട് അവർക്ക് ആവശ്യമുണ്ട്. കെട്ടിടമുണ്ട്, ബിൽഡിംഗ് ഉണ്ട്, അതേപോലെ സ്ഥലമുണ്ട്. തൽക്കാലം ഉപയോഗിക്കാനാണെങ്കിലും ഇപ്പൊ അത് മതി. എന്നാലും ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ ആവശ്യമായ ഒരുപാട് കാര്യങ്ങൾ വേണം. അവർ നമ്മുടെ സഹായം തേടി വന്നിട്ടുണ്ട്. ഒരു പൊതുപിരിവ് നമ്മൾ എടുക്കുന്നില്ല. ഒരു പക്ഷെ പലരെയും നേരിൽ വന്ന് ഇത് ജുമാക്ക് ശേഷം വൈകുന്നേരത്തിലെടുക്കാൻ പലരെയും നേരിൽ വന്ന് കാണുകയോ അങ്ങോട്ട് വിളിക്കുകയോ ഒക്കെ ചെയ്തേക്കാം. ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വിളിച്ച് ഞങ്ങൾക്ക് ആരെ അറിയിച്ചാലും അവർ ഇന്നിവിടെ ഉണ്ടാകും, നാളെയും ഇവിടെ ഉണ്ടാകും. അവരെ ബന്ധപ്പെട്ട് നമ്മുടെ വിഹിതം നൽകുക. ഒരു വലിയ സംരംഭം ഭാവിയിൽ അതൊക്കെ വലിയ ഒരു സംരംഭമായി വളർന്നു വരുമെന്നാണ് പ്രതീക്ഷ. തമിഴ്നാട്ടിൽ നിന്ന് 10 പേർ നമ്മുടെ ജാമിഅ അൽ ഹിന്ദിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളാണ്. അവരൊക്കെ മേൽനോട്ടത്തിലാണ് അവിടെ സംവിധാനം വരുന്നത്. ഇൻഷാ അല്ലാഹ് അതൊക്കെ വിജയിച്ചു വന്നാൽ ആ നാട്ടിലേക്ക് തന്നെ ഒരു വലിയ വെളിച്ചമാകാൻ കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആ നിലയ്ക്ക് ഇന്ന് ആ സംവിധാനത്തെ നമ്മൾക്ക് സഹായിക്കാൻ കഴിയുന്ന ആളുകളൊക്കെ അങ്ങോട്ട് വന്ന് കണ്ടില്ല, ആരും വിളിച്ചില്ല എന്ന് കണ്ടി ചെയ്യാതിരിക്കേണ്ടത്. ഞങ്ങൾ ആരെങ്കിലും ബന്ധപ്പെട്ട് നിങ്ങൾ ഒരു ഓഫർ പറഞ്ഞാൽ തൊട്ടടുത്ത ദിവസങ്ങൾ എപ്പോഴെങ്കിലൊക്കെയായി കൊടുത്താലും മതി. അതല്ലെങ്കിൽ നിങ്ങളെ വീട്ടിലേക്ക് വന്ന് ഒരു പക്ഷെ കാണുകയും ചെയ്തേക്കാം. എന്താണെങ്കിലും ആ നന്മയിൽ ഭാഗവാക്കാവുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി അവിടെ നിന്ന് അക്കൗണ്ട് നമ്പറോ ഗൂഗിൾ പേ നമ്പറോ അഡ്രസ്സോ ഒക്കെ ആവശ്യമുള്ളവർ കളക്ട് ചെയ്ത് ഇതിനൊക്കെ അയച്ചു കൊടുക്കുകയും ചെയ്യും. എന്താണെങ്കിലും എല്ലാ നന്മയിലും നമ്മൾ ഉണ്ടാവുക. അപ്പൊ നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين.